നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോയുമായിട്ടാണ്. നമ്മളുടെ ചാനലിൽ കുറേയധികം വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ ഫസ്റ്റ് അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മൾ ഇന്നിവിടെ അൺബോക്സ് ചെയ്യുന്ന ഒരു വയർലെസ് മൈക്കാണ്. ഈ മൈക്കാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. ഗ്രിനാറോ എന്ന് പറയുന്ന ഒരു വയർലെസ് മൈക്ക്. ഇത് ഡ്യുവൽ ചാനലുള്ള മൈക്കാണ്. സിംഗിൾ ചാനലുള്ള മൈക്കും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാനിത് വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഫ്ലിപ്കാർട്ട്, ആമസോൺ, നമുക്കിത് ഓൺലൈനായിട്ട് ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡ്യുവൽ ചാനൽ മൈക്കിന് സാധാരണ 40,000 രൂപ 50,000 രൂപ റേഞ്ച് ആവും. കുറഞ്ഞത് 20,000 രൂപയെങ്കിലും ആവും. പക്ഷെ അതിന്റെ ഒരു 10-1 പോലും വില ഇതിനില്ല. പക്ഷെ ഇതിന്റെ ക്വാളിറ്റി ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണിത്. പക്ഷെ ഇതിന്റെ ക്വാളിറ്റി വളരെ നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് ഇതിന്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് ഈ മൈക്ക്, എങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്, ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് കമ്പനി ഇത് നമുക്ക് അയച്ചു തരുന്നത്. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് വലിക്കുക, നമുക്കിത് തുറന്നു തരും. ഇങ്ങനെയാണ് അതിൻ്റെ അകത്തിരിക്കുന്നത്. ഇവിടെ ഒരു ചാർജിങ് കേബിൾ ഉണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് അതിന്റെ ചാർജിങ് കേബിൾ. സി ടൈപ്പ് ആണ്. ഇത് രണ്ടും നമ്മുടെ ഹെഡ്ഫോൺ കണക്ട് ചെയ്ത്, ഒന്നുകിൽ നമ്മുടെ കണക്ടർ ഉണ്ട്, ഇതെല്ലാം മൈക്കിന്റെ കണക്ടർ ഉണ്ട്, ഒന്നുകിൽ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതാണ് അതിന്റെ കിടിലൻ സംഭവം. നമുക്ക് ഈ മൈക്ക് നമ്മുടെ ഐഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഈ മൈക്കിന്റെ കണക്ടർ ഇതിലേക്ക് കണക്ട് ചെയ്യുക. ഐഫോണിന്റെ ചാർജിങ് പോർട്ടിലേക്ക് ഈ ഭാഗം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വയർലെസ് മൈക്ക് ഐഫോണിൽ യൂസ് ചെയ്യാൻ പറ്റും. നോർമൽ മൈക്കൊന്നും അങ്ങനെ എങ്ങനെയൊന്നും ഐഫോണിൽ കണക്ട് ആകാറില്ലല്ലോ. അപ്പൊ ഇത് നമുക്ക് ഐഫോണിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇതിന്റെ ഒരു മികച്ച ഒരു പ്രത്യേകതയാണ്. ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു വാറണ്ടി കാർഡുണ്ട്. ഇതിന്റെ പുറകെ നമുക്ക് ഡീറ്റെയിൽ ഒക്കെ എഴുതി വെക്കുക. പിന്നെ ഇതിന്റെ യൂസർ മാനുവലാണ്. ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, എന്താണ് ഇതിന്റെ ഉപയോഗം എന്നൊക്കെ വിവരിക്കുന്ന ഒരു യൂസർ മാനുവൽ ഇംഗ്ലീഷിലാണ്. നമുക്കത് വായിച്ച് നോക്കി മനസ്സിലാക്കിയെടുക്കാം. നമ്മളത് മാറ്റി വെക്കുന്നു. ഇനിയാണ് നമ്മുടെ മെയിൻ ഭാഗം. ഇതാണ് നമ്മളുടെ മൈക്ക്, വയർലെസ് മൈക്ക്. ഇതതിന്റെ ചാർജിങ് കേസാണ്. ഇതുവഴി നമുക്കത് ചാർജ് ചെയ്ത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. നമുക്കിവിടെ 2 മൈക്കുണ്ട്, ഒരു കണക്ടറുണ്ട്. നമ്മുടെ കയ്യിൽ വെച്ചാൽ ഇത്രയേ ഉള്ളൂ. വളരെ ഒരു പോക്കറ്റ് ചാർജിങ് കേസാണ്. അപ്പം നമുക്ക് മൈക്ക് എടുക്കാം. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ചാർജിങ് കണക്ട് ചെയ്യാനുള്ള പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് അതുപോലെ തന്നെ ഇടണമെന്ന് ശ്രദ്ധിക്കണം. 2 മൈക്കുണ്ട്. ഇനി ഇതാണ് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യേണ്ട ഭാഗം. ഇതൊരു സി ടൈപ്പ് കണക്ടറാണ്. ഇത് നമ്മുടെ ഫോണിന്റെ ഇവിടേക്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് ഇവിടെ നമ്മുടെ ഈ മൈക്കിന്റെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ജസ്റ്റ് അത് ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ചുവന്ന ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും ആദ്യം. പിന്നെ കണക്ട് ആയി കഴിയുമ്പോൾ ഒരു പച്ച ലൈറ്റ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. ആദ്യം ഒരു ചുമല ലൈറ്റ് ആയിരിക്കും ബ്ലിങ്ക് ചെയ്യുന്നത്. അതിനുശേഷം ഇത് പച്ച ലൈറ്റ് ആകുമ്പോഴാണ് കണക്ട് ആകുന്നത്. അത് ഇതും ഇതുപോലെ തന്നെ ഈ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ചുമല ലൈറ്റ് കാണിക്കും, അത് കഴിയുമ്പോൾ പച്ച ലൈറ്റ് ആകും. അങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഈ നമ്മുടെ ഈ കണക്ടർ നമ്മുടെ ഫോണിൽ കണക്ട് ആയില്ലെങ്കിൽ നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സിൽ പോവുക. OTG എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ഓൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ മൈക്ക് കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇൻ കേസ് നമ്മുടെ നോർമൽ ക്യാമറയിൽ ഇത് കണക്ട് ആയില്ലെങ്കിൽ ഈ കാണുന്ന ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സിലായിട്ട് വീഡിയോ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓഡിയോ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 2ാമത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക, എക്സ്റ്റേണൽ മൈക്ക് എന്ന് പറയുന്നത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ നോർമൽ ക്യാമറയിൽ കണക്ട് ആകാത്ത വരികയാണെങ്കിൽ ആ ഇഷ്യൂ, അതായത് നമ്മുടെ നോർമൽ ക്യാമറയിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിന്റെ സൗണ്ട് കിട്ടുന്നില്ലെങ്കിൽ ഈ ഓപ്പൺ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റിയോടെ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല ഒന്നാന്തരം സൗണ്ട് കാണുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് നോക്കാം. അത് നമുക്ക് വെളിയിൽ പോയി നമുക്കിത് കണക്ട് ചെയ്ത് നമുക്കൊന്ന് സംസാരിച്ചൊന്ന് ടെസ്റ്റ് ചെയ്യാം. എന്നാൽ ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമുക്കിനി വെളിയിൽ പോയി ഇത് കണക്ട് ചെയ്തൊന്ന് സംസാരിച്ചതിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കാം. ഞാൻ ഓൾറെഡി ഉപയോഗിച്ച് നോക്കിയതാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് ഉപയോഗിച്ച് അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്കൂടി ഒന്ന് മനസ്സിലാക്കി തരാം. അപ്പോൾ നമുക്ക് വെളിയിൽ പോയി ഷൂട്ട് ചെയ്യാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏകദേശം 30 മീറ്റർ അപ്പുറമാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. കാരണം എനിക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു ഗ്രീൻ ലൈറ്റ് കത്തുന്നത് കാണാൻ പറ്റും. നമ്മുടെ റേഞ്ചിൽ നിന്ന് വെളിയിലേക്ക് പോവുകയാണെങ്കിൽ ഇത് റെഡ് ലൈറ്റ് ആയിട്ട് മാറും. ഈ കാണിക്കുന്ന നമ്മുടെ മൈക്കിലുള്ള ഒരു ഗ്രീൻ ലൈറ്റ് അത് റെഡ് ലൈറ്റ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇതുവഴി ഏകദേശം 10-30 മീറ്റർ പോയാലും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇത്. പക്ഷേ നല്ല റേഞ്ചിൽ തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിത് കാറ്റൊക്കെ അടിച്ചാലും ഒരു പ്രശ്നമില്ലാതെ വർക്കാകും. ഇപ്പം ഞാൻ കുറച്ചുകൂടെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ വോയിസിൻ്റെ അത് വ്യത്യാസമൊന്നും വരുന്നില്ല. ഇവിടെ നല്ല കാറ്റുണ്ട്, മരത്തിൻ്റെയൊക്കെ സൗണ്ട്, ഇലയുടെയൊക്കെ സൗണ്ട് ഉണ്ട്. പക്ഷേ അതൊന്നും ഇത് വളരെ കാര്യമായിട്ടൊന്നും ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല നോയിസ് റിഡക്ഷൻ, അതായത് ഈ ആവശ്യമില്ലാത്ത ശബ്ദമൊക്കെ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്. ഞാൻ ഈ 2 മൈക്കും മാറി മാറിയാണ് സംസാരിക്കുന്നത്. പക്ഷെ നല്ല രീതിയിൽ തന്നെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇത് 30 മീറ്റർ 40 മീറ്റർ അപ്പുറം പോയാൽ ഇത് ക്ലിയർ ആയിട്ട് കിട്ടും. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് പച്ച ലൈറ്റ് മാറി ചുമല ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നൽ പോയിട്ടുണ്ടാകും. ഈ പച്ച ലൈറ്റ് നമ്മുടെ സിഗ്നലിനെ കാണിക്കുന്നതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദൂരത്തിൽ വേണമെങ്കിലും പോയി ഈ വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ വോയിസ് ക്ലാരിറ്റിയും അതിൻ്റെ വോയിസിൻ്റെ പെർഫോമൻസും. നല്ല പെർഫോമൻസാണ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. കണ്ടല്ലോ, ഇതാണ് നമ്മളുടെ വയർലെസ് മൈക്ക്. 2 മൈക്കുകളുടെ ഒരു സെറ്റ് ആയതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ ഒക്കെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. കൂടാതെ ഇതിൻ്റെ കൂടെ ഒരു ചാർജിങ് കേസ് വരുന്നത് കൊണ്ട് ചാർജിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് വെച്ചാണെങ്കിലും വളരെ നിലവാരമുള്ള പ്ലാസ്റ്റിക് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത്ര പേടി പൊട്ടിപ്പോകും എന്നുള്ള പേടിയൊക്കെ ഒഴിവാക്കി നിർത്തി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു വിലയ്ക്ക് ഏകദേശം 3000 രൂപയ്ക്ക് താഴെ നമുക്കിത് കിട്ടും. നമ്മുടെ ഓൺലൈൻ സൈറ്റുകളായ ഫ്ലിപ്കാർട്ട്, ആമസോണിലെല്ലാം ഇത് അവൈലബിൾ ആണ്. ഈ ഒരു കുറഞ്ഞ വിലയിൽ ഇത്രയും പെർഫോമൻസ് കിട്ടുന്ന മൈക്ക് വേറെ നമ്മൾ ഉപയോഗിച്ചതിൽ കാണാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ മൈക്ക് വാങ്ങിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൂടിയ വിലയ്ക്ക് വാങ്ങിക്കുന്ന മൈക്കുകളുടെ അതേ ഒരു പെർഫോമൻസ്, അതേ ശബ്ദത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് ഈ മൈക്കിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മൈക്കാണ് ഈ ഗ്രിനാറോയുടെ വയർലെസ് മൈക്ക്. മികച്ച വോയിസ് തരുന്നതോടൊപ്പം തന്നെ മികച്ച സൗണ്ടിൻ്റെ ക്വാളിറ്റി കിട്ടുന്നതോടൊപ്പം തന്നെ നോയിസ് റിഡക്ഷൻ, ഓട്ടോമാറ്റിക്കായിട്ട് ഈ മൈക്ക് നോയിസ് റിഡക്ഷൻ ചെയ്യുന്നുണ്ട് നമ്മളുടെ വീഡിയോയിൽ നിന്ന്. ആവശ്യമില്ലാത്ത സൗണ്ടുകൾ നമ്മളുടെ വീഡിയോയിൽ നിന്ന് ഈ മൈക്ക് തന്നെ കട്ട് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എത്താൻ വേണ്ടി, ചാനലിൻ്റെ ഹോം പേജിലേക്ക് എത്താൻ വേണ്ടി നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക.